സ്റ്റാമിജൻ മാൾട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചെറുപ്പക്കാർ ചോദിക്കുന്നതിന്റെ ഉത്തരം ഇതാണ്. വെയിറ്റ് കൂട്ടാൻ എന്നുള്ള പർപ്പസിനാണ് സ്റ്റാമിജൻ മാൾട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 2-3 കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദഹന സംബന്ധമായ തകരാറുകളൊന്നും നമുക്കില്ല എന്നുള്ളത് ആദ്യമായി ഉറപ്പുവരുത്തണം. അതായത് അൾസർ, അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ, സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ വഴി ദഹനം കുറയുന്നുണ്ടോ, വിശപ്പില്ലാതാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവ കൃത്യമായി പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്. തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ നല്ലൊരു പരിധി വരെ വെയിറ്റ് കൂടുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതും ഈ വെയിറ്റ് കൂട്ടുന്നതിന് മുമ്പ് എല്ലാ ചെറുപ്പക്കാരും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാമിജൻ മാൾട്ട് ഉപയോഗിക്കുന്നതിലൂടെ ഏതൊരാൾക്കും വിശപ്പ് വർദ്ധിക്കാനും അതുവഴി കൃത്യമായി നന്നായി ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ അവർക്ക് ശരീരഭാരം മെച്ചപ്പെടുത്തിയെടുക്കാനും കഴിയും. സാധാരണ 3 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ സ്റ്റാമിജൻ മാൾട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് സാധാരണയിൽ കൂടുതൽ വിശപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വിശപ്പുണ്ടാകുന്ന സമയത്തൊക്കെ നന്നായി പോഷകപ്രധാനമായ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോഷകപ്രധാനം എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. എത്ര ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുന്നു അത്രയും വേഗം അതിലെ പ്രോട്ടീൻസ് സ്വീകരിച്ച് നമ്മുടെ ശരീരം മെച്ചപ്പെട്ടു വരും, അല്ലെ ശരീരഭാരം വർദ്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് ദിവസം 3 നേരമാണ്, രാവിലെ, ഉച്ചയ്ക്കും രാത്രിയിൽ. സ്റ്റാമിജൻ മാൾട്ട് കഴിച്ചു കഴിയുമ്പോൾ ഇത് വിശപ്പിന്റെ അളവ് കൂടുന്നതനുസരിച്ച്, അതായത് രാവിലെ കഴിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ 11 മണിക്ക് വിശപ്പുണ്ടായേക്കാം. ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വൈകുന്നേരം 4 മണി 5 മണി സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് വിശപ്പുണ്ടാവും. ആ സമയത്തും കൃത്യമായി എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 4 നേരം 5 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഏതൊരാൾക്കും കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ച് തന്നെ നമുക്ക് ശരീരഭാരം മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് സ്റ്റാമിജൻ കഴിക്കുന്നതിലൂടെയുള്ള മെച്ചം. സാധാരണ ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ഒരു 50% ശരീരത്തിലേക്ക് പിടിക്കാറില്ല. സ്റ്റാമിജൻ കഴിക്കുന്നതോടുകൂടി പൂർണ്ണമായി ദഹനം നടക്കുകയും അങ്ങനെ ദഹിക്കുന്നതിലൂടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 50-60% കൂടുതൽ ദഹിച്ച് ശരീരത്തിലേക്ക് പിടിക്കാറില്ല. സ്റ്റാമിജൻ കഴിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ദഹിച്ച് അതിന്റെ പോഷകാംശങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ ശരീരത്തിന് കഴിവുണ്ടാവും. അതുകൊണ്ട് സ്റ്റാമിജൻ കഴിക്കുന്ന ഒരാൾ നല്ല പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെ വിശന്നാലും അപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങളുടെ ശരീരം ഡെവലപ്പായി വരുന്നത് എന്നുള്ളത്.